അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു മുട്ടയും ഒരു പഴവും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് ഇവിടെ കാണിക്കുന്നത്. അതിനാവശ്യമായ സാധനം: ഒരു നേന്ത്രപ്പഴം, ഒരു മുട്ട, അരക്കപ്പ് പൊടിച്ച പഞ്ചസാര, അരക്കപ്പ് ഓയിൽ, 3/4 കപ്പ് മൈദ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അപ്പക്കാരം, എസൻസ്. ആദ്യം പഴം വട്ടത്തിൽ മുറിച്ചെടുക്കുക. ഞാനിവിടെ വലിയ ഒരു പഴം എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എടുക്കാം. ഇതുപോലെ കുറച്ച് വണ്ണത്തിൽ ഇങ്ങനെ ചെറുതായി മുറിച്ചെടുക്കുക. ഫ്രൈ പാനിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര 1 ടേബിൾ സ്പൂണ് ഇതിൽ കൊടുക്കുക. ഇതിൽ സൈഡുകൾ വെച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര, പഞ്ചസാരയും ഓയിലും കൂടി നല്ലപോലെ അടിച്ചു കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അതിനുശേഷം മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ഞാൻ ആദ്യം പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിന്. മുട്ട നല്ലപോലെ അടിച്ചു കൊടുക്കുക. 2 ഡ്രോപ്പ് എസൻസ് ഒഴിച്ച് കൊടുക്കുക. എസൻസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദയിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് അരിച്ചെടുക്കുക. ഇളക്കി യോജിപ്പിക്കാം. ഇത് കേക്കിന് ഇളക്കി യോജിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കണം, മറ്റേ ഭാഗത്തേക്ക് ആക്കരുത്. അന്നേരം ബബിള് വന്നിട്ട് കേക്ക് പൊന്തി കിട്ടൂല. മെല്ലെ മെല്ലെ മിക്സ് ചെയ്താൽ മതി. മെല്ലെ മെല്ലെ ഒന്ന് യോജിപ്പിച്ച് ഇങ്ങനെ എടുത്ത് ഇളക്കിയാൽ മതി. നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ എല്ലാ പഴത്തിൻ്റെ മേലെ കവർ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലത്തെ ഒരു താവ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഫ്രൈ പാൻ വെച്ച് ആദ്യം 2 മിനിറ്റ് ഫുൾ തീയിൽ വെക്കുക. അതിനുശേഷം സ്ലോ ചെയ്തിട്ട് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടുപ്പ് സ്ലോ ചെയ്ത് കൊടുക്കുക. സ്ലോ ചെയ്തതിന് ശേഷം 15 മിനിറ്റ് കുക്ക് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നൊക്കെ സ്റ്റൗ ഓഫാക്കാം. കേക്ക് ആയിട്ടുണ്ടോ? ഇതിന് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. പിന്നെ ഫ്രൈ പാൻ അധികം വരിക ഗ്ലാസിൻ്റെ മൂടിയാണ്. ഗ്ലാസിൻ്റെ മൂടി ഇട്ടാൽ അതിൽ നിന്ന് ആവി വന്നിട്ട് വെള്ളം ഇറ്റും. അപ്പോൾ കഴിയുന്നതും സ്റ്റീൽ മൂടി, അലുമിനിയം മൂടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം അടക്കാൻ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് മെല്ലെ സ്ലോലി നമുക്ക് കമിഴ്ച്ചെടുക്കാം. നല്ല സോഫ്റ്റായ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.